പ്രകൃതി സ്നേഹികളായ പലരും മലയോര കർഷകരെ വിമർശിക്കുന്ന മറ്റൊരു സംഗതിയാണ് പാറ പൊട്ടിക്കുന്നതെന്ന്. മലയോര കർഷകരെല്ലാം പാറ പൊട്ടിക്കുന്നതുകൊണ്ടാണ് ഉരുൾ പൊട്ടുന്നത് എന്നുള്ളതാണ്. പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ പറയാം, ഈ കർഷകർക്ക് കൃഷിയാണ് ജോലി, പാറ പൊട്ടിക്കലല്ല. ഇനി പാറ പൊട്ടിക്കുന്നുണ്ട് എങ്കിൽ അതൊരു കോറി മാഫിയയാണ്. നഗരങ്ങളിലില്ലേ മയക്കുമരുന്ന് മാഫിയ, മദ്യമാഫിയ, കുഴൽപ്പണ മാഫിയ, സ്വർണ്ണ മാഫിയ, ഇങ്ങനെ. അതുപോലെ തന്നെ നഗരങ്ങളിൽ നിന്ന് വന്ന് ആസൂത്രിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ് കോറി മാഫിയ, അല്ലെങ്കിൽ കല്ല് പൊട്ടിക്കുന്ന ആളിൽ. കൃഷിക്കാരന് കല്ല് പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന് മാക്സിമം അവൻ്റെ ഒരു വീട് വയ്ക്കാനോ എന്തെങ്കിലും ഉള്ളൂ. അത് അവൻ്റെ പറമ്പിൽ നിന്ന് തന്നെ ഇന്നത്തെ രീതിയിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിക്കാതെ തന്നെ അവന് കല്ല് പൊട്ടിച്ചെടുക്കാൻ അറിയാം. അതുകൊണ്ട് ഇവിടെ കല്ല് പൊട്ടിക്കുന്ന ആളുകൾ കോറി മാഫിയയാണ്. അതിൻ്റെ വ്യത്യാസം ഞാനൊന്ന് പറഞ്ഞുതരാം അറിയാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ കല്ല് പൊട്ടിക്കുന്നത് തമരടിക്കുക എന്ന് പറയും. പുതിയ തലമുറയ്ക്ക് അറിയാവുന്നിടത്തില്ല. കൈകൊണ്ട് പാറയിൽ കുഴികുത്തി വെടിമരുന്നും തിരിയുമിട്ട്, പിന്നെ കിണറിലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു 2-3 പേര് ഒരു ദിവസം അടിച്ചാൽ 4-5 കുഴി അടിക്കും. എന്നിട്ട് അവർ തിരി വളരെ അകലേക്ക് മാറ്റി തിരി കൊളുത്തും. തീ കൊളുത്തുമ്പോൾ ഈ 5 എണ്ണം ഉണ്ടെങ്കിൽ 5 ഒന്നിച്ച് പൊട്ടില്ല. ആദ്യം തിരിക്ക് ഏറ്റവും നീളം കുറവ് ഏതായിരുന്നോ അത് പൊട്ടും, അടുത്തത് പൊട്ടും. അങ്ങനെയാണ് സാവധാനം ഓരോന്ന് പൊട്ടുന്നത്. അത് കല്ല് പൊട്ടിത്തെറിക്കുക ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് കഴിഞ്ഞ ദിവസം സംസാരിച്ച പുള്ളിയുടെ വീടിനടുത്തുള്ള വലിയൊരു ഒരു പാർട്ട് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീടിനൊക്കെ ക്ഷത വെക്കൂലേ? അതൊന്നുമില്ല. ഞാൻ എന്താ അപ്പോൾ കല്ല് തെറിക്കില്ലേ? ഇല്ല. പുതിയ സിസ്റ്റം അനുസരിച്ച് ഗ്യാസ് ഹാമർ വെച്ച് കുഴിയെടുത്ത് ഇലക്ട്രിക് തോട്ട വെച്ച് പൊട്ടിക്കുകയാണ്. മുകളിൽ മണൽച്ചാക്കൊക്കെ നിറച്ചിട്ട്. എന്നിട്ട് പണ്ടത്തെ പോലെ ഓരോന്നല്ല പൊട്ടുന്നത്, 10-200 എണ്ണം ഒറ്റ പൊട്ടലാണ്. കാരണം ഇലക്ട്രിക്കാണ്, ഒരേ സമയമാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പവർ മുകളിലേക്ക് ഒരിക്കലും തെറിക്കില്ല, ഭൂമിക്ക് അടിയിലേക്കാണ് പോകുന്നത്. എന്നിട്ട് സാവധാനം കമ്പിക്ക് ഈ കല്ല് ഇളക്കിയെടുത്താൽ മതി എന്നാണ്. അതുകൊണ്ട് കൃഷിക്കാരനല്ല പാറ പൊട്ടിക്കുന്നത്, പ്രിയ പ്രകൃതി സ്നേഹികളെ. അതാണ് പറയാനുള്ളത്. പിന്നെ മറ്റൊരു സംഗതി, നിങ്ങൾക്ക് ഈ നഗരങ്ങളിലെ നിങ്ങൾ വീട് പണിയുന്നത് എന്തുകൊണ്ടാണ്? സിമൻറ്റ് ഇഷ്ടികയല്ലേ? അതിനകത്ത് ചേരുന്ന കരിങ്കല്ലല്ലേ? നിങ്ങൾക്ക് നല്ല റോഡ് വേണ്ടേ? 4 വരിപ്പാത, 6 വരിപ്പാത, മെട്രോയ്ക്ക്, തുറമുഖത്തിന്, സ്റ്റേഡിയത്തിന്, ഫ്ലാറ്റിന്, ഇതിനെല്ലാം കല്ല് വേണ്ടേ? ഇതെവിടെയാണ് നിങ്ങൾ കല്ലുൽപ്പാദിപ്പിക്കുന്നത്? നിങ്ങളേതായാലും വീട്ടിൽ വളർത്തുന്നതാണോ കല്ലിനെ? അല്ലല്ലോ. ഇതുപോലെയുള്ള കോറി മാഫിയയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുന്ന കല്ലല്ലേ ഉപയോഗിക്കുന്നത്. ഈ നിങ്ങൾ ഏതെങ്കിലും റോഡിലൊരു കുഴി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളവിടെ ഭയങ്കര വാഴ നടുകയും ഭയങ്കര പ്രശ്നം ചെയ്യുകയും ചെയ്യുമല്ലോ. ഈ കരിങ്കല്ല് എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ കരിങ്കല്ല് വരുന്നത് കോറിയിൽ നിന്നാണ്. ഈ കോറി ഒരു മലയുടെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ അവിടെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇപ്പുറത്തെ സൈഡിലായിരിക്കും. ഇതൊന്നും അറിയാത്ത നിരപരാധികളായ ആളുകളാണ് ഉരുൾപൊട്ടലിന് സംഭവിക്കുന്നത്. കാരണം അവിടെ 10-500 തോട്ട വെച്ച് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ നടുക്കം ആ മലയ്ക്ക് ഉള്ളിലേക്കാണ് വീഴുന്നത്. ഇപ്പുറത്തെ സൈഡിലുള്ള ആളുകൾ, നിരപരാധികളെ ആളുകളാണ് ഉരുൾ പൊട്ടി മരിക്കപ്പെടുന്നു, അവരുടെ വസ്തുക്കളാണ് നഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആരാണ്? ഈ കരിങ്കല്ല് കൊണ്ടുവന്നിട്ട് നഗര ഹൈവേ, 4 വരി ഹൈവേ വേണം, 6 വരി ഹൈവേ വേണം, മെട്രോ ട്രെയിൽ വേണം, റെയിൽവേ ലൈൻ വേണം, വലിയ ഫ്ലാറ്റ് വേണം, എന്ന് വേണ്ട എല്ലാറ്റിനും കരിങ്കല്ല് വേണം. വേണ്ടേ? നിങ്ങളുടെ വീട്ടിന് നിർമ്മാണത്തിന് കരിങ്കല്ല് വേണ്ടേ?
അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിന് പഴി ആർക്കാണ്? കൃഷിക്കാരൻ, മലയോര കർഷകൻ കല്ല് പൊട്ടിച്ചത് കൊണ്ടാണ് ഉരുൾ പൊട്ടിയത്. ഇതെന്ത് ന്യായമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ഇത്ര പ്രകൃതിയോട് സ്നേഹമുണ്ട്, നിങ്ങൾ കരിങ്കല്ല് ഉപയോഗിക്കേണ്ടെന്നേ. നിങ്ങൾ കരിങ്കല്ല് നിരോധിക്കുക. ഇവിടെ നാഷണൽ ഹൈവേക്ക് കരിങ്കല്ല് ഹൈവേ വേണ്ട, പണ്ടത്തെ പോലെ ജലവാഹനം മതി. പണ്ടങ്ങനെയാണെന്നല്ലോ, വിദേശത്തുനിന്ന് വരെ കപ്പലിലല്ലേ ആളുകൾ വന്നുകൊണ്ടിരുന്നത്. ഈ എറണാകുളം മാർക്കറ്റിലേക്കൊക്കെ, കോഴിക്കോട് മാർക്കറ്റിലേക്കുമൊക്കെ വന്നിരുന്നത് വഞ്ചികളല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഉപയോഗിച്ചാൽ മതിയേ. അല്ലാതെ നിങ്ങളുടെ കാറ് പോകാനായിട്ട് 6 വരിപ്പാത വേണം, ബ്ലോക്ക് വരരുത്, മെട്രോ ട്രെയിൻ വേണം, പക്ഷേ ഇതിനെല്ലാം കരിങ്കല്ല് വേണം. ഈ കരിങ്കല്ലൊക്കെ നിങ്ങൾ മേടിക്കുകയും നിങ്ങളുടെ മാഫിയ തന്നെയാണ് ഇതെല്ലാം കൊണ്ടിരുന്നത്. എന്നിട്ട് അവസാനം പഴി ആർക്കാ? മലയോര കർഷകന്. മലയോര കർഷകൻ കരിങ്കല്ല് പൊട്ടിക്കുന്നതുകൊണ്ടാണ് ഉരുൾ പൊട്ടുന്നതെന്ന് പറഞ്ഞ് എന്തിനാണ് നിങ്ങൾ ഈ പെപ്പടി വിദ്യ കാണിക്കുന്നത്? നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നിരോധിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ, സാധാരണ പഞ്ചായത്തിൽ നിന്നാണ് ഇതിന് കോറി മാഫിയയ്ക്ക് കോറിക്ക് അനുവാദം കൊടുക്കുന്നത്. അവിടെയാണ് അപേക്ഷ കൊടുത്ത്, അതുപോലെ തന്നെ ജിയോളജി വകുപ്പ് അങ്ങനത്തെ മുകളിലേക്ക് പോയി തിരുവനന്തപുരത്ത് വരെ പോകും. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല, തിരുവനന്തപുരത്ത് നിന്നാണ് ഇത് അപേക്ഷ ആദ്യം കൊടുക്കുന്നത്. അവിടുന്ന് താഴോട്ട് ജില്ലാ തലത്തിൽ വിളിച്ചു പറയും, ജില്ലാ തലത്തിൽ നിന്ന് പഞ്ചായത്ത് തലത്തിൽ വിളിച്ചു പറയും. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. എന്ന് വെച്ചാൽ ഇവർക്ക് മേളിൽ പിടിപാടുണ്ട്. പിന്നെ ഇതിനകത്ത് രസകരമായ വേറൊരു സംഭവമുണ്ട്. പഞ്ചായത്തിലെ എല്ലാ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് അപേക്ഷയൊക്കെ വെച്ച് പഞ്ചായത്ത് ഇത് പൊട്ടിക്കാനുള്ള അനുവാദം കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറേ പ്രകൃതി സ്നേഹികളൊക്കെ ഇവർ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അനുവാദം കൊടുത്ത് പല്ല് പൊട്ടിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് പ്രകൃതി സ്നേഹികൾ സമരം ചെയ്യും. സമരം ചെയ്യുമ്പോൾ കോറിക്കെതിരെ സമരം ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പഞ്ചായത്ത് ഈ ലൈസൻസിങ് ക്യാൻസൽ ചെയ്യും. പഞ്ചായത്ത് പറയും, ഞങ്ങൾ കൊടുത്ത ലൈസൻസ് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു, പ്രശ്നം തീർന്നില്ലല്ലോ. പക്ഷേ പ്രശ്നം അപ്പോഴാണ് തുടങ്ങുന്നത്. പഞ്ചായത്ത് ലൈസൻസ് ക്യാൻസൽ ചെയ്തത് ഈ കോറി മുതലാളി കോടതിയിൽ സ്റ്റേ ചെയ്യും. മനസ്സിലായോ? പഞ്ചായത്ത് ലൈസൻസ് ലൈസൻസ് ക്യാൻസൽ ചെയ്തത് കോറി മുതലാളി കോടതിയിൽ സ്റ്റേ ചെയ്യുമ്പോൾ ശരിക്ക് പഞ്ചായത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കിയത് വെറുതെ ആയിപ്പോവും, അവർ വർക്ക് ചെയ്യുകയും ചെയ്യും. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രകൃതി സ്നേഹികളും ഇതുമായിട്ട് എല്ലാ ആളുകളും ബന്ധപ്പെട്ട സംഗതിയാണ്. സമരം ചെയ്ത കുറേ ആളുകൾ വെറും വിഡ്ഢിയാകും. അങ്ങനെ ഈ കല്ല് മുഴുവൻ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരാനത് തമിഴ്നാട്ടിൽ നിന്നും കൂടെയാണ് വരുന്നത്. 6 വരിപ്പാത 8 വരിപ്പാതയൊക്കെ വരുന്നത് ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ 6 വരിപ്പാത ഉണ്ടാക്കുമോ, 8 വരിപ്പാത ഉണ്ടാക്കുമോ, അതുപോലെ തന്നെ മെട്രോ ട്രെയിൻ ഉണ്ടാക്കുമോ, തുറമുഖം ഉണ്ടാക്കുമോ, എന്ത് ഫ്ലാറ്റ് ഇതൊന്നും ചെയ്തു. പക്ഷേ ഈ മലയോര കർഷകനാണ്, അവൻ കല്ല് പൊട്ടിച്ചിട്ടാണ് ഈ ഉരുൾ പൊട്ടലുണ്ടാകുന്നത്, ഈ പ്രശ്നങ്ങളുണ്ടാകുന്നതെന്ന് മാത്രം ദയവ് ചെയ്ത് നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെതിരെ, മലയോര കർഷകർക്കെതിരെയല്ല, കോറി മാഫിയയ്ക്കെതിരെ നിങ്ങൾ സമരം ചെയ്യണം. പക്ഷേ നിങ്ങൾ വിവരം അറിയും. ഒന്നുകിൽ നിങ്ങൾക്ക് പൈസ തരും, അല്ലെങ്കിൽ നിങ്ങളെ അവർ ശാരീരികമായിട്ട് ഉപദ്രവിക്കും. അതുകൊണ്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ നിങ്ങൾ നിന്ന് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കോടതിയിൽ പോയി കഴിഞ്ഞാൽ പുറകെ പോകാൻ നിങ്ങളുടെ കാശും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് വർഷങ്ങളോളം ഇങ്ങനെ തുടർന്ന് വരും. കാരണം അവർക്ക് നല്ല പിന്തുണയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കല്ല് പൊട്ടിക്കോ, മെട്രോ ട്രെയിൻ ഉണ്ടാക്കുമോ, തുറമുഖം ഉണ്ടാക്കുമോ, ഫ്ലാറ്റ് പണിയോ, 10 ലൈനുള്ള പാത ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തു. പക്ഷേ പാവം മലയോര കർഷകരുടെ മേളിലേക്ക് കൊണ്ടുവന്ന് ഇതെല്ലാം കൂടെ ചാർത്തരുതേന്ന് ഒറ്റ അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് മലയോര കർഷകരോട് എനിക്ക് പറയാനുള്ള ഒരു സംഗതി ഇതാണ്: നിങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കണം. നിങ്ങളെ വിമർശിക്കുന്ന ആരായാലും അവരെ തുറന്നു കാണിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് വേണം. ഈ പ്രകൃതി സ്നേഹികളായാലും ശരി, മൃഗസ്നേഹികളായാലും ശരി,
മനുഷ്യസ്നേഹികളായാലും ശരി, അവർ കാണിക്കുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇത് പത്രമാധ്യമങ്ങളൊന്നും ചെയ്യില്ല. കാരണം ഇവർക്കൊക്കെ പരസ്യം കിട്ടുന്നതും അവർക്ക്, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള കർഷകരോ അതുപോലുള്ള ആളുകളോ വേണം ഇത് പൊതുജനത്തിൻ്റെ മധ്യത്തിലെത്തിക്കാൻ. അതുകൊണ്ട് ഇവരുടെ ഇങ്ങനെയുള്ള ഈ പ്രകൃതിക്ക് ദുരന്തത്തിനെതിരെ ഇവർ വർക്ക് ചെയ്യുകയും ഇവരതിൻ്റെ ശരിക്കുള്ള ഫലം അനുഭവിക്കുന്നത്, ദുരന്തം അനുഭവിക്കുന്ന കൃഷിക്കാരനും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഇവിടുത്തെ നഗരവാസികൾക്കുമാണ്. അതുകൊണ്ട് ഇത് തുറന്നു കാണിക്കാനായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കിതുപോലുള്ള അനുഭവങ്ങൾ 100 അനുഭവങ്ങൾ, എന്നെപ്പോലെയല്ല 100 അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും. നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെയുള്ള വിവരങ്ങൾ എത്തിക്കാൻ സാധിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്.